ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് എല്ലാ 2025 ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാംസിൻ്റെയും കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അയച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങൾ വായിച്ചു തരാം. SCERTയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസാണ്. ഇപ്പോൾ സാമൂഹ്യശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസിലെ കുറച്ച് ഭാഗങ്ങളാണ്. സമരവും സ്വാതന്ത്ര്യവുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6ലെ കുറച്ച് നോട്ട്സാണ്. SCERT നോട്ടാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം നോട്ട് നിങ്ങൾ കേട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നോട്ട് അത്ര ക്ലിയർ ആയിട്ട് കാണിക്കാത്തത്. കാരണം അത് കോപ്പി അടിച്ച് റൈറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലതാണ് 1-2 ആവർത്തി കേട്ട് മനസ്സിലാക്കി തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ സ്വയം നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? കൂടുതൽ നോളജ്. അതല്ലെങ്കിൽ നമുക്കതൊരു റിവൈസ് ചെയ്തതുപോലെ ആയിരിക്കും. ഓർത്തെടുക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുന്നതുകൊണ്ട് ഒരുപാട് തവണ പഠിക്കേണ്ടി വരത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എഴുതിയ നോട്ട് അത്ര ക്ലിയർ ആയിട്ട് ഞാൻ കാണിക്കാത്തത്. ചെറിയ ചെറിയ ടിപ്സ് നോട്ട്സൊക്കെ ഞാൻ കാണിക്കാം. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ നോട്ട്. സമരവും സ്വാതന്ത്ര്യവും അതിനകത്തുനിന്ന് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വായിച്ചു തരാം, കേട്ടോളൂ. ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് ബാബു കിഷോർ പ്രസാദാണ്. 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദാണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ തന്നെ ഒരു പൊതുപ്രവർത്തനം ആരംഭിക്കാൻ ഇടയാക്കിയ സംഭവമാണ് ഏത്? ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഗാന്ധിജിയുടെ സമരരീതി അറിയപ്പെടുന്നത് അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി എന്നാണ്. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിയത് ആരുടെ കേസുകൾ വാദിക്കാനാണ്? ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസ് വാദിക്കാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് എത്തിയത്. ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന കാരണത്താൽ ഗാന്ധിജിയെ ഇറക്കിവിട്ട ട്രെയിൻ യാത്രയാണ് ധർബൻ പിട്ടോറിയ യാത്ര. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്ന കാലയളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 വർഷമാണ്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ് നമ്മളിനി പറയുന്നത്. ചമ്പാരനിലെ നിലം കർഷകരുടെ സമരം. സംസ്ഥാനം അഥവാ പ്രദേശം എന്ന് പറയുന്നത് ബീഹാറിലാണിത് നടന്നത്. വർഷം 1917. ചമ്പാരനിലെ നിലം കർഷകരുമായിട്ടുള്ള സമരം പ്രദേശം ബീഹാറാണ്. വർഷം 1917. അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത് ഗുജറാത്ത് എന്ന പ്രദേശത്താണ്. 1918. ഖേഡയിലെ കർഷക സമരം ഗുജറാത്തിലാണ് നടന്നത്. 1918. അപ്പം ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറയുന്ന 3 ചമ്പാരനിലെ നിലം കർഷകരുമായിട്ടുള്ള സമരം, 2 അഹമ്മദാബാദിലെ തുണിൽ മിൽ സമരം, ഖേഡയിലെ കർഷക സമരം. 3 സ്ഥലത്താണ്. ഏതൊക്കെയാണ്? ബീഹാറും അഹമ്മദാബാദിലെയും ഖേദയിലും ഗുജറാത്തിലായിരുന്നു. 17 ചമ്പാരനിലെ നിലം കർഷകരുടെ സമരമെങ്കിൽ അഹമ്മദാബാദിലെ സമരം എന്നാണ് 1918. ഖേദയിലെ സമരമോ? അതും 1918. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഇനി നമുക്ക് നെക്സ്റ്റ് പോർഷനായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണ്? 1918 അഹമ്മദാബാദിലെ തുണിമിൽ സമരത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? പ്ലേഗ് ബോണസ് എന്നറിയപ്പെടുന്നു. അതിനെ പ്ലേഗ് ബോണസ് എന്നറിയപ്പെടുന്നു. എന്താണ് പ്ലേഗ് ബോണസ്? 1917 അഹമ്മദാബാദ് പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ 10% ആളുകളെ എന്ത് ചെയ്തു? കൊന്നൊടുക്കി. ഈ രോഗഭീതി മൂലം ഈ കർഷകർ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. അങ്ങനെ തൊഴിലാളികളെ പിടിച്ചു നിർത്തിയതിന് ശേഷം രോഗഭീതി മാറിയപ്പോൾ എന്ത് ചെയ്തു? ഈ ആനുകൂല്യം നിർത്തലാക്കിയത് കർഷകരെ ആകെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഖേഡ സമരം നടന്ന വർഷവും 1918 തന്നെയാണ്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതം അനുഭവിച്ചുകൊണ്ടിരുന്ന കർഷകരിൽ നിന്നും നികുതി പിരിക്കുന്നതിനുള്ള അധികാരികളുടെ നയമാണ് ഖേദ കർഷക സമരത്തിന് പ്രധാന കാരണമായി മാറിയത്.
അപ്പോൾ ഖേഡ കർഷക സമരത്തിൻ്റെ കാരണം മനസ്സിലായല്ലോ. നികുതി ഭാരം, വരൾച്ചയും കൃഷിനാശവും സംഭവിച്ച സ്ഥലത്ത് നിന്ന് വീണ്ടും നികുതി പിരിച്ചത്. അടുത്തത് ഗാന്ധി ചലച്ചിത്രങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങൾ. ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് അറ്റൻബറോ ആണ് ഗാന്ധി എന്ന് പറയുന്ന സിനിമ എടുത്തത്. അതിന് ലഭിച്ച ഓസ്കാർ പുരസ്കാരം എന്ന് വെച്ചാൽ 8 പുരസ്കാരങ്ങളാണ് ഗാന്ധി എന്ന സിനിമ നേടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ട ദൃശ്യാവിഷ്കാരമായിരുന്നു ഈ ഗാന്ധി സിനിമ. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളെ ചലച്ചിത്ര ആവിഷ്കാരം ചെയ്തത് ആരാണ്? അത് ഷ്യാം ബെനഗലാണ്. സിനിമയുടെ പേര് മേക്കിംഗ് ഓഫ് മഹാത്മ. അതായത് ഇതൊരു ഡോക്യുമെൻ്ററി ആയിരുന്നു കേട്ടോ. ചലച്ചിത്ര ആവിഷ്കാരമാണ് അതെടുത്തത് ഷ്യാം ബെനഗലാണ്. മേക്കിംഗ് ഓഫ് മഹാത്മ എന്നാണ് അതിൻ്റെ ടൈറ്റിൽ. ഇനി നോക്കൂ, റൗലറ്റ് ആക്ട് എന്നാൽ 1919 റൗലറ്റ് ആക്ട്. ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ചുവടുവെക്കാൻ ഉണ്ടായ അനുഭവമാണ് റൗലറ്റ് ആക്ട്. റൗലറ്റ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമാണ് 1919. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വയ്ക്കാം എന്നുള്ളതായിരുന്നു റൗലറ്റ് ആക്ട്. ഇതിനെതിരെ ആരൊക്കെയാണ്? റൗലറ്റ് ആക്ട് നിയമവിരുദ്ധ സമരങ്ങൾ പഞ്ചാബിൽ നേതൃത്വം നൽകിയത് സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലുമായിരുന്നു. ഇപ്പോൾ 2 നേതാക്കളെ പഠിച്ചു നമ്മൾ. റൗലറ്റ് ആക്ടിനെതിരെ പഞ്ചാബിൽ പോരാടിയ 2 വ്യക്തികളാരാ? സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലും. ഇനി എന്താണ് ജാലിയൻ വാലാബാഗ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? 1919. അപ്പം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം അമൃത്സർ, പഞ്ചാബിലാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ്. പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ജനങ്ങൾ ഒത്തുകൂടാനുണ്ടായ കാരണം സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചായിരുന്നു. ജാലിയൻ വാലാബാഗിന് ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവിയുടെ പേര് ജനറൽ ഡയർ എന്നാണ്. ജനറൽ ഡയർ ആണ് ജാലിയൻ വാലാബാഗിലെ പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരെ എന്ത് ചെയ്യാൻ, വെടിയുതിർക്കാൻ ഉത്തരവിട്ട വ്യക്തി. അതുപോലെ തന്നെ ഗാന്ധിജി പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പ്ലാസി യുദ്ധം ബ്രിട്ടനിൽ ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ, അതായത് പ്ലാസി യുദ്ധം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്നതാണ്. കാരണം അതോടുകൂടി സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ ഇന്ത്യയിൽ ജനിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ. 2 പേരെ അറസ്റ്റ് ചെയ്യുക, അതിനെ പ്രതിഷേധിച്ച് ഒരു കൂട്ടായ്മ കൂടിയപ്പം അതിനെതിരെ വെടിയുതിർക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സമരം ശക്തി പ്രാപിച്ചു. ഇനി നോക്കൂ, നിസ്സഹകരണ പ്രസ്ഥാനം അഥവാ നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമായിരുന്നു നിസ്സഹകരണ സമരം. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളും ഊന്നൽ നൽകിയ പ്രക്ഷോഭം നിസ്സഹകരണ സമരം. നിസ്സഹകരണ സമരത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപാഠം, ജാമിയ മില്ലിയ തുടങ്ങിയവ. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനവും 1919-20 കാലഘട്ടത്തിൽ തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ശക്തി പ്രാപിച്ചത്. നിസ്സഹകരണ സമരത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ശക്തി പ്രാപിച്ച പ്രസ്ഥാനമാണ് ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനം. ഈ ചോദ്യം VFA കൊല്ലം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് എന്നിവയിൽ 2017 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ എന്ന് പറയുമ്പോൾ മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. ഈ ചോദ്യം കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ ആരെല്ലാം? മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി.